ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞായറാഴ്ചയാണ്. ഞാൻ ഇന്നൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. വെറുതെ ഇരിക്കുമല്ലേ, മുത്ത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വെച്ചു. അപ്പോൾ നമുക്കത് കാണാം കേട്ടോ. എനിക്ക് കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് നെറ്റിപ്പട്ടം. പാനയുടെ മുന്നിൽ വെക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് വാങ്ങണമെന്നല്ല ഭയങ്കര ആഗ്രഹമാണ്. അതിപ്പം എത്രയാണ്, ആയിരങ്ങളോളം വില വരും. 3000 മുതൽ വലിപ്പം കൂടുന്നതനുസരിച്ച് അതിൻ്റെ വില മാറി വരുന്നുണ്ട്. അപ്പോൾ അതൊരു ആഗ്രഹമാണ്. അത് വാങ്ങും. അതിന് മുന്നേ ഞാൻ എൻ്റെ ഒരു മാല പൊട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു മുത്തുമാല പൊട്ടിയപ്പോൾ ഇതാ സ്റ്റീൽ കളറിലെ മുത്തുകൾ കിട്ടി. റൗണ്ട് ഷേപ്പ് ഉണ്ട്, എന്താ പറയുക, ഇതാ ഇത് ഇങ്ങനെയുള്ളൊരു ഷേപ്പുള്ള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടൊരു നെറ്റിപ്പട്ടം ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. ഇത് ശ്രമിക്കുകയാണ്. ഈ ബോക്സ് കണ്ടിട്ടുണ്ട്. ഇത് അധികം പണ്ടല്ല, കുറച്ച് മുന്നേ അല്ല, അടുക്കളയിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സാധനങ്ങൾ ഇട്ടേക്കുന്നതാണ്. ഇത് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ എന്താ പറയുക, വേസ്റ്റെല്ലാം വെക്കുന്ന സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അതൊരു ദിവസം വൃത്തിയാക്കുന്നതിനടുത്ത് കണ്ടതാണിത്. അപ്പോൾ എനിക്കിതൊക്കെ ഒരു കൗതുകമാണ്, ഇതെല്ലാം ഇഷ്ടമാണ്. പിന്നെ ഇസ്തിരി പെട്ടി ഉണ്ടല്ലോ, പണ്ടത്തെ ചിരട്ട വെച്ചിട്ടാക്കുന്നത്, അതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ, അതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മുത്തുകൾ കിട്ടിയപ്പോൾ ഞാൻ ആലോചിച്ചതാണ്. പിന്നെ മുത്തുകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചെറിയൊരു നെറ്റിപ്പട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മിനിയേച്ചർ എന്ന് പറയും. അതിന് വേണ്ടിയിട്ടൊരു കാർഡ്ബോർഡിന് ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അതിന് കണക്കായിട്ടുള്ള ഒരു കളർ, സിൽക്കി കളറാണ്, റോസ് കളർ. അത് ഇതിന് കണക്കായിട്ട് വെച്ചിട്ട് കണക്കാകുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് ഷേപ്പാക്കണം. നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഈ തുണി ഇതിലേക്ക് ഫിക്സ് ചെയ്തിട്ട് കാണാം. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ, ഞാൻ പറഞ്ഞ കാർഡ്ബോർഡിൻ്റെ ഇതിന്മേൽ ഈ തുണി ഫിക്സ് ചെയ്തത് തയ്യൽ മെഷീൻ കൊണ്ട് ഞാൻ അടിച്ചതാണ്. അപ്പം കാർഡ്ബോർഡ് ആയതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടായിട്ടില്ല, അടിക്കാൻ വേണ്ടി പറ്റി. ഇതിലാണ് നമ്മൾ ഇനി മുത്തുകൾ പിടിപ്പിക്കുന്നത്. അത് റെഡിയാവുമെന്ന് അറിയില്ല, എന്നാലും ശ്രമിച്ചു നോക്കുന്നതാണ്. ഇത്രയും മുത്തുകളാണ് എൻ്റെ അടുത്തുള്ളത്. ഇതിൽ ഇനിയിപ്പം ഓരോ സൈസ്, എന്താ പറയുക, ഓരോ രൂപത്തിലുള്ളത് മാറ്റി മാറ്റി വെച്ചിട്ട് ഇതിന് ഫിക്സാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിൻ്റെ ഒരു ഇത് കൊണ്ടുവരാനാണ് എൻ്റെ പ്ലാന്. ശരിക്കും നെറ്റിപ്പട്ടം ഡിസൈൻ ചെയ്ത രീതിയിൽ എന്തൊക്കെയോ അതിന് ദേവതകളോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ്. എനിക്കത് കാര്യമായിട്ട് അറിയില്ല, ഞാനൊന്ന് ട്രൈ ചെയ്യുന്നു എന്ന് മാത്രം. പിടിപ്പിക്കുന്നതിന് മുന്നേ ഞാൻ ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇങ്ങനെയുള്ള നൂലുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെറ്റിപ്പട്ടത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ കാണാം ഡിഫറെൻറ്റ് കളറിൽ. ഇപ്പോൾ റോസിനെ സ്യൂട്ടായിട്ട് തോന്നിയത് ഞാനെടുത്ത് വെച്ചതാണ്. അത് ഞാൻ പശ വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഫൈനൽ ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ വിചാരിച്ച പോലത്തെ മുത്തുകളൊന്നും കിട്ടിയിട്ടില്ല, കുറേ കൂടുതലായിപ്പോയി, ചിലത് ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ എങ്ങനെയല്ലോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പോരാണ്ട് ഇത് പശ വെച്ചിട്ട് ഒട്ടുന്നില്ലായിരുന്നു. ഇതാ ഇതാണ് ഫൈനൽ സംഭവം വന്നിട്ടുള്ളത്. ചെറിയ രസമൊക്കെ ഉണ്ട്, കുറച്ച് രസമൊക്കെ ഉണ്ടല്ലേ.